കഥയുടെ തുടക്കത്തിൽ തന്നെ മലയാളികളായ കേശവും അമൃതയും ശ്രീലങ്കയിലേക്ക് ഒരു ടൂർ വരികയും ലങ്കയിലെത്തിയ അവർ രാവണൻ സീതയെ പാർപ്പിച്ചിരുന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. അവർക്ക് ആ സ്ഥലത്തെ പറ്റി പറഞ്ഞു കൊടുക്കാനായി ഗൈഡ് ആൻഡ്രൂസും അവരുടെ കൂടെ തന്നെ ഉണ്ട്. ആൻഡ്രൂസ് രാവണന്റെയും സീതയുടെയും കഥ അവരോട് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ കേശവിന്റെ സിനിമാ പ്രോജക്റ്റ് നെറ്റ്ഫ്ലിക്സ് എഗ്രി ചെയ്തുവെന്നും പറഞ്ഞ് അവനൊരു കോള് വരികയും വാർത്ത കേട്ട് അവർ രണ്ടുപേരും സന്തോഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ആൻഡ്രൂസ് അവരോട് പറയും, ഇവിടെ ലങ്കയിൽ ഒരു സിവിൽ വാർ നടക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയും. ഇതിനിടയിലും കേശവ് തന്റെ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ നാട്ടിലുള്ള മാനേജർക്ക് അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കാട്ടിലൂടെ കുറച്ചധികം സഞ്ചരിച്ച് അവർ ബുക്ക് ചെയ്തിട്ടുള്ള ക്വാർട്ടേഴ്സിലേക്ക് എത്തും. എന്നാൽ ആ ക്വാർട്ടേഴ്സിലെ മാനേജർ ഒരു തമിഴനായിരുന്നു. അൻപെന്നാണ് അവന്റെ പേര്. കേശവ് അവനോട് കഴിക്കാൻ എന്താണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നോൺ വെജ് ഒന്നും ഇല്ല എന്ന് പറയും. നോൺ വെജ് ഇല്ലാതെ എങ്ങനെയാ ആഹാരം കഴിക്കുന്നതെന്ന് കേശവ് ചോദിക്കുമ്പോൾ അതിനെന്താ സാർ, നമുക്കിവിടെ കാട്ടിൽ പോയി ഹണ്ട് ചെയ്യാമെന്ന് അൻപ് കേശവിനോട് പറയും. 4 പേരും കൂടി തോക്കുമെടുത്ത് മാനിനെ വെടിവെക്കാനായി കാട്ടിലേക്ക് പോകും. അമൃതയ്ക്ക് ജീവികളെ കൊല്ലുന്നതിൽ വലിയ താല്പര്യമില്ലെങ്കിലും അവളും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കേശവ് ഒരു മാനിനെ വെടിവെക്കാനായി ഒരുങ്ങുമ്പോൾ അമൃത പറയും, വേണ്ട, അതിനെ കൊല്ലണ്ട, വിട്ടേക്ക് എന്ന്. അതിനുശേഷം അവർ തിരികെ റിസോർട്ടിലേക്ക് വരും. കേശവ് അമൃതയോട് പറയും, ഇവിടെ ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്നാലും ആ സിനിമയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഞാൻ അതിന്റെ പോസ്റ്റ് വർക്ക് തുടങ്ങുകയാണ് എന്ന് പറയും. ഇപ്പോഴേക്കും അൻപ് അവർക്കുള്ള ആഹാരം തയ്യാറാക്കി കൊണ്ടുവരും. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് അവർ തിരികെ ബെഡ്റൂമിലേക്ക് വന്ന് കിടന്നുറങ്ങുമ്പോഴേക്കും കുറച്ച് കള്ളന്മാർ അവരുടെ റൂമിൽ കയറി അവരുടെ ലാപ്ടോപ്പും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഓടും. ശബ്ദം കേട്ട് അൻപും ആൻഡ്രൂസും അങ്ങോട്ടേക്ക് വരുമെങ്കിലും ആ കള്ളന്മാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ അതിനുശേഷം കേശവ് അമൃതയോട് പറയും, എന്റെ സിനിമയുടെ കാര്യങ്ങളെല്ലാം ആ ലാപ്ടോപ്പിലാണ്, അത് എങ്ങനെയെങ്കിലും കിട്ടാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് പറയും. അപ്പോഴേക്കും ഗൈഡ് ആൻഡ്രൂസ് പറയും, എങ്കിൽ സാർ നമുക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാമെന്നും പറഞ്ഞ് പോലീസുകാരനെ വിളിച്ചവർ പറയും. പോലീസ് അന്വേഷിച്ച് വരാത്തത് കൊണ്ട് തന്നെ ആൻഡ്രൂസിനോടൊപ്പം അമൃതും കേശവും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. എന്നാൽ ആ പോലീസുകാരൻ പറയും, ഇവിടെ സിവിൽ വാർ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കളവ് പോയ സാധനമൊക്കെ കണ്ടുപിടിച്ചു തരുന്നത് വലിയ കഷ്ടപ്പാടാണ് എന്ന്. എന്നാൽ അപ്പോഴേക്കും കേശവ് പറയും, എങ്കിൽ ഞാൻ ഈ കാര്യം ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ അറിയിക്കും, ഇത് വലിയ പ്രശ്നമാകുമെന്ന് പറയും. ഇത് കേട്ട ആ പോലീസുകാരൻ പറയും, സാറ് പേടിക്കേണ്ട, സാറിന്റെ ലാപ്ടോപ്പ് മോഷ്ടിച്ച ആളെ ഞാൻ ഉടനെ തന്നെ പിടിച്ചു തരാമെന്ന് പറയും. അങ്ങനെ ആ പോലീസുകാരൻ കള്ളന്മാരെ പിടിച്ചു കൊണ്ടുവരുന്നത് വരെ അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യും. എന്നാൽ അപ്പോഴേക്കും ആ SI കുറച്ച് തമിഴ് ലങ്കക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചോദിക്കും, ഇവരാണോ സാറിന്റെ ലാപ്ടോപ്പ് എടുത്തത് എന്ന്. എന്നാൽ രാത്രിയായതുകൊണ്ട് തന്നെ അവരെ വ്യക്തമായി കാണാത്ത കേശവ് എന്നാലും ആ പോലീസുകാരനോട് പറയും, ഇവർ തന്നെയാണ് എന്റെ ലാപ്ടോപ്പ് എടുത്തത് എന്ന്. എന്നാൽ അപ്പോഴേക്കും ആ ക്രൂരനായ SI ആ പാവങ്ങളെ അകത്തേക്ക് കൊണ്ടുപോയി ഇടിക്കാൻ തുടങ്ങി. അവരെ അടിക്കുന്ന ശബ്ദം കേട്ട് അമൃത കേശവിനോട് ചോദിക്കും, നിനക്കുറപ്പാണോ ഇവർ തന്നെയാണ് നമ്മുടെ മുറിയിൽ കയറിയത് എന്ന്. എന്നാൽ ചെറിയൊരു സംശയത്തോടു കൂടി അവൻ പറയും, ഇവർ തന്നെയാണ് മുറിയിൽ കയറിയത് എന്ന്. എന്നാൽ ഇതിനിടയിൽ ആ SI ഇടിച്ച് ആ കൂട്ടത്തിൽ ഒരുത്തനെ വയ്യാണ്ടാക്കുകയും അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ട് ആ SI കേശവിനോടും അമൃതയോടും പറയും, നിങ്ങൾ പേടിക്കേണ്ട, 2 ദിവസത്തിനുള്ളിൽ യുവമാർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ഞാൻ എടുത്തു തരാമെന്ന് പറയും. അങ്ങനെ കേശവ് ലാപ്ടോപ്പ് നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തിരികെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ആ ഇടികൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പ്രതിയെയും കൊണ്ടുപോയ ജീപ്പിന്റെ പെട്രോൾ തീർന്നു കിടക്കുന്നത് അവർ കാണുന്നു. അങ്ങനെ ആ പ്രതിയെ അവരുടെ വണ്ടിയിൽ കയറ്റും. എന്നാൽ അപ്പോഴേക്കും ആ പ്രതിയുടെ ജീവൻ സീരിയസ് ആകും. അങ്ങനെ അവർ ആ പ്രതിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അമൃതയ്ക്ക് അയാളുടെ അവസ്ഥ കണ്ട് അവളും കൂടെ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകും. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന അമൃതയ്ക്ക് ആ ലാപ്ടോപ്പിനെ കുറിച്ചുള്ള വേവലാതിയേക്കാളും കൂടുതൽ പോലീസുകാരന്റെ ഇടി കൊണ്ട് അയാളുടെ ജീവൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് വീണ്ടും തിരികെ റിസോർട്ടിലേക്ക് തന്നെ മടങ്ങി വരും. അങ്ങനെ അവർ വീണ്ടും അടുത്ത ദിവസം ആ ലാപ്ടോപ്പിന്റെ കാര്യം അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുന്ന തമിഴന്റെ ആൾക്കാർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് സമരം ചെയ്യുന്നുണ്ടായിരുന്നു. കേശവ് അകത്തേക്ക് ചെന്ന് പോലീസുകാരനോട് തന്റെ ലാപ്ടോപ്പ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, സാർ എനിക്ക് 1 ദിവസം കൂടി വേണം, സാർ 1 ദിവസം കൂടി ശ്രീലങ്കയിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. ഇനി തന്നോട് എക്സ്ക്യൂസ് പറയരുതെന്ന് കേശവ് ആ പോലീസുകാരനോട് പറഞ്ഞ ശേഷം ആ സമരക്കാരുടെ ഇടയിലൂടെ അമൃതയും കൊണ്ട് റിസോർട്ടിലേക്ക് വരും. അങ്ങനെ റിസോർട്ടിലെത്തിയ അമൃത ആ കുന്നിൻ ചെരുവിലൂടെ നടക്കുന്ന സമയത്ത് ആ ഗൈഡായ ആൻഡ്രൂസ് അങ്ങോട്ടേക്ക് വന്നു. ഇടത്തിന് കാണാൻ ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയ സ്ഥലമുണ്ടെന്നും പറഞ്ഞ് അമൃതയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കാൻ പോകും. ഇതേ സമയം അമൃത എവിടെ പോയെന്നറിയാതെ കേശവ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേക്കും അമൃത അങ്ങോട്ടേക്ക് വരും. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേശവ് പറയും, എൻ്റെ ലാപ്ടോപ്പ് കാണാതെ ഞാനിവിടെ വിഷമിച്ച് നടക്കുമ്പോഴാണ് നീ ഈ ഉല്ലസിച്ച് നടക്കുന്നത്, നിനക്കിതിലൊരു വിഷമമില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ അവർ മുറിയിൽ വന്ന് കിടക്കുമ്പോഴാണ് ആ ഹോട്ടലിലെ മാനേജർ അൻപ് പാടുന്ന ശബ്ദം കേശവ് കേൾക്കുന്നത്. കേശവ് അങ്ങോട്ടേക്ക് വന്ന് പറയും, നിങ്ങൾ കുറച്ച് ശബ്ദം താഴ്ത്തി പാടുകയാണെങ്കിൽ എനിക്ക് സുഖമായി കിടന്നുറങ്ങാമായിരുന്നു എന്ന് പറഞ്ഞു തിരിച്ചുകൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന മദ്യവും വാങ്ങി കുടിച്ച് അവൻ തിരികെ ബെഡിലേക്ക് തന്നെ പോകും. അങ്ങനെ അടുത്ത ദിവസം കേശവിനെയും അമൃതയും കൊണ്ട് ഗൈഡായ ആൻഡ്രൂ
ലങ്കയിലെ ഹനുമാന്റെ ക്ഷേത്രം കാണിക്കാനായി കൊണ്ടുപോകും. എന്നാൽ ഇതേ സമയം ആ ലാപ്ടോപ്പ് മോഷ്ടിച്ച കേസിൽ അടികൊണ്ട ആ പാവം തമിഴൻ മരിച്ചിരുന്നു. അങ്ങനെ കേശവും അമൃതയും ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരികെ വരുന്ന വഴിക്ക് ആ സ്റ്റേഷനിലെ പോലീസുകാരൻ ഓടി അവരുടെ വണ്ടിയിൽ കയറിയ ശേഷം പറഞ്ഞു, അടികൊണ്ട തമിഴൻ മരിച്ചു, അവൻ്റെ ആളുകൾ സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി കുറച്ചധികം പോലീസിനെ കൊണ്ടുപോയി അവരെ ഒതുക്കണമെന്ന് പറഞ്ഞ് അവരുടെ വണ്ടിയിൽ കയറും. അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സിലെത്തി കൂടുതൽ പോലീസുകാരെ വിളിക്കുമ്പോൾ അമൃത കേശവനോട് പറയും, ലാപ്ടോപ്പിന്റെ പേരിൽ ഒരു പാവത്തിന്റെ ജീവനാണ് പോയിരിക്കുന്നത്. ഒരു ഉറപ്പില്ലാതെ അയാളാണ് ലാപ്ടോപ്പ് എടുത്തതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ പാവത്തിന്റെ ജീവൻ പോയതെന്ന് പറയും. അങ്ങനെ അമൃതയും കേശവും തിരിച്ച് അവരുടെ റിസോർട്ടിലേക്ക് തന്നെ വരും. അവർക്ക് സേഫായി ആ SIയും അവരുടെ കൂടെ വരും. അങ്ങനെ ആ റിസോർട്ടിലെത്തി അവിടെ ഇരിക്കുന്ന മദ്യമൊക്കെ കുടിച്ച ശേഷം റിസോർട്ടിന്റെ മാനേജറായ അൻപിനെ വിളിച്ച് പറയും, സത്യം പറയടാ, നീ അല്ലേടാ അവരുടെ ലാപ്ടോപ്പ് എടുത്തതെന്ന്. എന്നിട്ട് ആ പോലീസുകാരൻ കേശവനോട് വന്ന് പറയും, ഇവിടെയുള്ള ആരോ ആണ് ആ ലാപ്ടോപ്പ് എടുത്തതെന്ന്. അമൃത കേശവനോട് പറയും, ആ ലാപ്ടോപ്പ് പോണെങ്കിൽ പോട്ടെ, നീ വീണ്ടും ഒരാളുടെ ജീവൻ കളയാൻ തുനിയുകയാണോ എന്ന് ചോദിക്കും. അങ്ങനെ ആ ക്രൂരനായ പോലീസുകാരൻ അൻപിനെ ഒരുപാടധികം ഉപദ്രവിക്കുമ്പോൾ അവിടെ വേട്ടയാടാനായി വെച്ചിരുന്ന തോക്കെടുത്ത് അൻപ ആ പോലീസുകാരനെ വെടിവെക്കാനായി ഒരുങ്ങും. എന്നാൽ അമൃത അൻപിനോട് വേണ്ട എന്ന് പറയുമ്പോഴേക്ക് അൻപ ആ തോക്ക് താഴേക്കിടും. എന്നാൽ അപ്പോഴേക്കും ആ പോലീസുകാരൻ അൻപിനെ അടിച്ച് തറയിലേക്ക് ഇടും. എന്നാൽ ഇതേ സമയം ആ കൊല്ലപ്പെട്ട തമിഴന്റെ ആൾക്കാർ ആ ക്വാർട്ടേഴ്സ് വളഞ്ഞ് ആ ക്രൂരനായ പോലീസുകാരനെ കൊല്ലും. എന്നാൽ ഇത് കണ്ട് പുറത്തേക്ക് വന്ന കേശവ് അവിടെ ഇരുന്ന തോക്കെടുത്ത് അങ്ങോട്ടേക്ക് വരുന്ന പാവം തമിഴന്മാർക്ക് നേരെ വെടിവെക്കാനായി ഒരുങ്ങും. അമൃതയും അപ്പോൾ അങ്ങോട്ടേക്ക് വരും. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരന്റെ തോക്കും അവളുടെ കയ്യിലുണ്ടായിരുന്നു. കേശവനോട് നീ ആ പാവം തമിഴരെ വെടിവെക്കരുതെന്ന് പറയുമെങ്കിലും കേശവ് ആ തമിഴന്മാരെ വെടിവെക്കുന്നത് കണ്ട് അറിയാതെ അവൾ അവളുടെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് കേശവനെ വെടിവെക്കും. അമൃതയ്ക്ക് പെട്ടെന്ന് താൻ എന്താണ് ചെയ്തതെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒന്നും മനസ്സിലാവാതെ അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയും. അടുത്ത ദിവസം പോലീസുകാർ വന്ന് അമൃത അബദ്ധത്തിൽ ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാകില്ല. അങ്ങനെ തിരികെ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ നേരം അമൃത ആൻഡ്രൂസിനോട് ചോദിക്കും, മനഃപൂർവ്വം കേശവനെ വെടിവെച്ച് കൊന്നതാണ് എന്ന് ആൻഡ്രൂസും വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് വെച്ച് ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.